ജീവിതം അന്വേഷിച്ച് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന യുവജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് റിവേഴ്സ് മൈഗ്രേഷനും അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ യുവജനങ്ങളുടെ ഭാവി നോക്കാതെ ഇങ്ങനെ അഴിമതി തുടർന്നാൽ കേരളം ഒരു ജൻസി കലാപത്തിലേക്ക് പോവുകയില്ലേ? മെച്ചപ്പെട്ട തൊഴിലും ജീവിത സാഹചര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ആഗോളതലത്തിൽ 2022-നും 2024-നും ഇടയിൽ 281 ദശലക്ഷം കുടിയേറ്റങ്ങൾ നടന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കുടിയേറ്റം വർദ്ധിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമൂഹിക സംവിധാനങ്ങളെയും അതിൻ്റെ സംസ്കാരത്തെയും തന്നെ ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു. അതെ, റിവേഴ്സ് മൈഗ്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് റിവേഴ്സ് മൈഗ്രേഷൻ? അതുയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ ഇന്ന് തുറന്നു പറഞ്ഞ തറയക്കടവിലച്ചൻ. എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവജനങ്ങൾ കൂട്ടപലായനം നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരെ ഈ മൈഗ്രേഷന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? ഷക്കിന പ്രേക്ഷകർ നമസ്കാരം. നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ ഇപ്പോൾ ഒരു കൂട്ടപലായനം പോലെ ആളുകളെല്ലാം അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ ആളുകൾക്കൊരു ചിന്തയുണ്ട്. കുടിയേറ്റം നടക്കുന്ന കാലമാണ്. ഏറ്റവും അധികം കുടിയേറ്റം നടക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നാണ് താനും. അതിന് മുമ്പിലാണ് നമ്മൾ. ഒന്നാമത്തെ പ്രശ്നം നമുക്കറിയാം, ഇവിടെ തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. 15 മുതൽ 29 വരെയുള്ളവരെയാണ് നമ്മൾ യൂത്തായിട്ട് പറയുന്നത്. അവരുടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് 29.9 എന്ന് പറഞ്ഞാൽ 30%. അപ്പോൾ ജോലിയില്ലാതെ അങ്ങ് നിൽക്കുമ്പോൾ, ജോലിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയില്ല എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബംഗാളികൾ വന്ന് ജോലിയില്ലെന്നൊക്കെ ചോദിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള നേഴ്സുമാർക്ക് പോലും ഇവിടെ കഞ്ഞി കുടിച്ചു പോകാനുള്ള ജോലിയില്ല. അപ്പോൾ ജോലി കിട്ടിയാൽ തന്നെ, ഒരു ജോലി കിട്ടിയാൽ തന്നെ ശമ്പളം ഇല്ല. അത് 5000-ഉം 10,000-ഉം ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിന് നിൽക്കാനായിട്ട് ഇവർക്ക് മുതലാകുകയില്ല. പിന്നെ ഇവർ താഴ്ന്ന ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഈ കൈ ജോലിക്കൊക്കെ പോകാനായിട്ട് ഇവരെ മനസ്സനുവദിക്കുന്നില്ല. പിന്നെ കൂട്ടുകാർ പലരും ഇപ്പോൾ ഓൾറെഡി പുറത്ത് പോയിട്ടുണ്ട്. അവരിങ്ങനെ പിയർ പ്രഷർ നിർബന്ധിക്കും, എടാ നീ കൂടെ കയറി പോവുക. അവർക്ക് അവിടുത്തെ സമൂഹ കാര്യങ്ങളൊന്നും വലിയ പിടിയൊന്നും ഉണ്ടാകണമെന്നില്ല. പിന്നെ ബന്ധുക്കളുടെ പ്രഷർ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവൻ രക്ഷപ്പെട്ടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ അവൻ നിന്ന് പോയി എന്ന് പറയുക. ഇങ്ങനെയുള്ള ബന്ധുക്കളുടെ പ്രഷർ ഇവിടെ ഉണ്ട്. ജോലി സാധ്യത ഒട്ടുമില്ല. ഇങ്ങനെ ഇവിടെ യുവജനങ്ങൾ ഇവിടെ കാണുമ്പോൾ, ഇവർ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവർക്ക് ഒട്ടും സഹായകമല്ല. ഇവിടെ നമ്മൾ നിയമ നിർമ്മാണം നോക്കുകയാണെങ്കിൽ ഇവിടെ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ടും കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടിയൊക്കെ വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ തോന്നും. കാര്യം എന്താണ്? ഈ നാട്ടിൽ താമസിക്കുന്ന കൃഷിക്കാരെക്കാളും വിലയാണ് കാട്ടുമൃഗങ്ങൾക്ക്. സമൂഹത്തിലൂടെ സാധാരണ നടക്കുന്ന പാവപ്പെട്ടവരെക്കാൾ വിലയാണ് തെരുവ് നായ്ക്കൾക്ക്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് ആർക്കറിയാവുന്നതാണ്. ഇവിടെ കൃഷിക്കോ അല്ലെങ്കിൽ ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന കൃഷിക്കോ അല്ലെങ്കിൽ മത്സ്യബന്ധനം, ഫോറസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു സാധ്യതയും യുവജനങ്ങൾക്ക് കാണാനില്ല. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്ന വ്യവസായത്തിന് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, നിയമപരമായിട്ട് വലിയ സങ്കീർണതകളാണ്. മറ്റ് രാജ്യങ്ങളിൽ 34 ദിവസം കൊണ്ട് ഒരു വ്യവസായം ആരംഭിക്കാമെങ്കിൽ ഇന്ത്യയിൽ അതിന് 120 ദിവസം വേണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അത് കേരളത്തിൽ വരുമ്പോൾ 234 ദിവസമാകും. അപ്പോൾ ഇത് വലിയൊരു നിയമക്കുരുക്കാണ്. എന്തിനാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ നിയമം ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തത്, ഈ ഒരു വർഷം മുഴുവനും ഇങ്ങനെ നിയമത്തിൻ്റെ പിന്നാലെ പോയി അതൊക്കെ ഒരു വിധം ശരിയാക്കി വന്ന് ഇവിടെ പണി തുടങ്ങുമ്പോൾ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ പ്രശ്നമായിട്ട് വരും. ഇവിടെ നമുക്കറിയാം നോക്കൂലിയൊക്കെ ഭയങ്കരമാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി ചുമ്മാങ്ങ് നിൽക്കുകയാണ്. തൃശ്ശൂർ ഒരാൾ ഒരു അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കി ഇതിൽ ചെയ്ത ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയപ്പോൾ അവിടെ ഒരു ഫോട്ടോ കോപ്പി മെഷീൻ എന്നാണ് ഞാൻ വായിച്ചത്. അത് ഇറക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആളുകൾ സമ്മതിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് അവർ ചുമ്മാ നോക്കിയിരുന്നു. അവരുടെ കൂടെ ഇറക്കാൻ ആളൊക്കെ വന്നവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വെറുതെ ഒന്ന് തൊട്ടിട്ട് 1500 രൂപ മേടിച്ചവർ പോയെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ വിധത്തിൽ ട്രേഡ് യൂണിയനുകൾ ഇവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പലപ്പോഴും. ഇങ്ങനെ ഒരു സംവിധാനം കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് യുവജനങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നത്? ഇനി ഇവിടെ എല്ലാം ഇടയ്ക്കുള്ള ഒരു കലാരൂപമാണ് പണിമുടക്ക് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ പണിമുടക്ക് എന്ന് പറയുക. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ മാത്രം അവരുടെ വീടുകളിൽ ഇരുത്താനുള്ള ഒരു പരിശ്രമം. ഇതിലൂടെയുള്ള യൂണിയനുകൾ നടത്തുന്ന പരിപാടികളാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു വ്യവസായത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകുമോ? ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, പ്രാരംഭഘട്ടത്തിൽ ഈ ആവശ്യമായിട്ടുള്ള മൂലധനം മുടക്കാനുള്ള സംവിധാനം ഇവിടെ കുറവാണ്. ഇന്ത്യയിലെ ഫണ്ടിങ് ഹബ്ബുകൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ, അല്ലെങ്കിൽ മുംബൈ,
മുംബൈ, ഡൽഹിയൊക്കെയാണ്. കേരളത്തിൽ നമുക്ക് വളരെ സാധ്യതകൾ കുറവാണ്. ഇനി മാത്രമല്ല, വിദ്യാഭ്യാസം നേടിയ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും വളരെ ഹൈ ലെവലിൽ AI പോലെയുള്ള കാര്യങ്ങളിൽ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു കുറവാണ്. അങ്ങനെ കുറവായതുകൊണ്ട് നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാര്യം ഇങ്ങനെയുള്ള യോഗ്യതയുള്ളവരെല്ലാം മെട്രോ നഗരങ്ങളിലേക്ക് നല്ല ശമ്പളം കിട്ടാൻ വേണ്ടി കുടിയേറുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു എന്താണ്, ഈ വിദ്യാഭ്യാസത്തിൽ ആ ലെവലിൽ കുറവുണ്ടെന്ന് പറയാം. ഇനി ആരെങ്കിലും ഇതെല്ലാം അതിജീവിച്ചൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇവരുടെ സംവിധാനങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ള വ്യവസായങ്ങൾ പോലും നാട് വിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്ത് കിറ്റക്സ് വലിയ ചർച്ച ചെയ്തതാണല്ലോ. ഇവിടുത്തെ നമുക്ക് ഫിഷ് പ്രോസസ്സിങ്ങും കയറ്റുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കശുവണ്ടി പ്രോസസ്സിങ് ഉണ്ടായിരുന്നു, പിന്നെ കയർ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഈ വ്യവസായങ്ങളൊക്കെ നാട് വിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയെല്ലാം കാണുമ്പോഴത്തേക്കും യുവജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആകെയുള്ളത് മൂന്നാമത്തെ സെക്ടർ, തേർഡ്സറി സെക്ടർ എന്ന് പറയുന്നതാണ്. അത് കമ്പ്യൂട്ടറും ആരോഗ്യപരിപാലനമൊക്കെയാണ്. അപ്പോൾ ഇവിടെയുള്ള സർവ്വ യുവജനങ്ങളും കൂടെ ഈ ഏരിയയിലോട്ട് കയറിയാൽ അവിടെ എന്ത് സംഭവിക്കും നമുക്ക് വിചാരിക്കാം. അതായത് ഒരു ആവശ്യമനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായില്ല. അതായത് ആവശ്യത്തിനുള്ള ആളുകളെ മാത്രമേ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ സ്ഥിരമായിട്ടുള്ള, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളധികം കാണുന്നില്ല, കുറവാണ്, ഹർത്താൽ, സമരം എന്ന് പറഞ്ഞാൽ, പിന്നെ ന്യായമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ നോക്കിയാൽ അതിന് വില കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള കുറേ സമരങ്ങൾ നമ്മൾ ഈയിടെ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ യുവജനങ്ങൾക്ക് മനസ്സും എടുത്തു പോകും. അവർ പുറത്തേക്ക് പോകാനായിട്ടുള്ള വേറെ എവിടെയെങ്കിലും സാധ്യത ഉണ്ടെന്ന് അന്വേഷിക്കും. അപ്പോഴാണ് യൂറോപ്പിലേക്കുമൊക്കെ പോകാനായിട്ട് ഉള്ള താല്പര്യം ഉണ്ടാകുന്നത്. നേരത്തെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ജനം, അതായത് 2018 മുതൽ 2023 വരുമ്പോഴത്തേക്കും നമ്മുടെ യുവജനങ്ങൾ കുടിയേറുന്ന ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടെന്നാണ് പറയുക. ഈ കൂടെ മറ്റ് കാര്യങ്ങളും ഉണ്ട്. അതായത് മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ അവിടെ കിട്ടുമെന്നുള്ള സാധ്യത, പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം വളരെ ശോചനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്, മനസ്സിനിണങ്ങിയ കോഴ്സുകൾ കിട്ടാനില്ല കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് എന്നുള്ള ഒരവസ്ഥ, അതുപോലെ ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ ഇവിടെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ ജോലി, ഇവിടെ ഈ കോഴ്സുകൾ ചെയ്താലും ജോലി കിട്ടാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഇവിടെ നിന്നില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സാധ്യതയുള്ളവരത്തേക്ക് കയറിപ്പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് മാത്രമല്ല, ഈ വിദേശ രാജ്യങ്ങളിലെ ആകർഷകമായ കുടിയേറ്റ നയങ്ങളുണ്ട്. ആകർഷകമായ നയങ്ങളുണ്ട്. ഈ വയസ്സ് ചെല്ലുമ്പോൾ ആളുകളെയൊക്കെ നോക്കുന്ന സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത ആകർഷകമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള സംവിധാനങ്ങൾ. അല്ലെ, മക്കൾ നോക്കിയില്ലെങ്കിൽ സ്റ്റേറ്റ് നോക്കിക്കൊള്ളും എന്നൊരു കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് നമ്മുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് ഇവിടെ കാണുന്നത് എന്താണ്? വെറുതെ ഒന്നുമില്ലാതെ 100% സാക്ഷരത എന്ന് പറഞ്ഞ കുറച്ച് രാഷ്ട്രീയക്കാരെയാണ്. അവരെന്തോ വലിയ കാര്യമായിട്ട് വരുന്നത്. ഇനി നമ്മൾ മീഡിയയിലോട്ട് നോക്കിയാൽ ചർച്ച നടക്കുന്നത് എന്താണ്? അതിവിടെയുള്ള ജനത്തിൻ്റെ യാതൊരു പ്രശ്നവും ചർച്ച ചെയ്യുക. ഒരു പെണ്ണ് കേസ് ചർച്ച ചെയ്യുക, പിന്നെ കേസ് ഉണ്ടാക്കിയിട്ട് വേറെ കേസുകൾ മറിച്ച് ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മീഡിയ കാണുന്നത്. ഇങ്ങനെ മൂടി വയ്ക്കാനായിട്ട് ഉണ്ടാക്കുന്ന വാർത്തകൾ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ത് പറ്റും? ആളുകൾ സ്വാഭാവികമായിട്ടും, യുവജനങ്ങൾ ചിന്തിക്കുന്നവരില്ല, അവർ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു ശ്രദ്ധ എടുക്കുന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ സർക്കാർ ഒരു എഫേർട്ടും നമ്മുടെ യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ എടുക്കുന്നില്ല എന്നത് വേദനാജനകമല്ലേ? അത് തീർച്ചയായിട്ടും അതൊരു വേദനാജനകമായ കാര്യമാണ്. കാരണം നമ്മുടെ ആളുകൾ ഇവിടെയാണല്ലോ ജീവിക്കേണ്ടത്, അല്ലാതെ തെണ്ട് കടന്ന് ജീവിക്കേണ്ട ആളുകളല്ലല്ലോ വാസ്തവത്തിൽ. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ആളുകളെല്ലാം കൂടെ പുറത്തേക്ക് കയറിച്ചുള്ളത്, ഇവിടുന്ന് മാത്രമല്ല പോകുന്നു വിചാരിക്കണം, മറ്റ് ഈ പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ കുടിയേറുന്നുണ്ട്. അപ്പോഴത്തേക്കുണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കണ്ടമാനം ആളുകൾ ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ അവിടുത്തെ താമസിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള സീറ്റിന് മുഴുവനും കൂടെ പുറത്തുനിന്ന് ആളുകൾ വന്നിറങ്ങി ഇവരെവിടെ താമസിക്കും? മാത്രമല്ല, നമ്മൾ വേറെ രാജ്യം ചെന്നാലേ, ഈ ഇന്ത്യയിൽ ഉള്ളതുപോലെയല്ല. ഇന്ത്യ ഇപ്പോൾ ജാതി സിസ്റ്റം ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുമല്ലോ. കുറച്ചൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കയറിയാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്തായാലും ഒരു സെക്കൻഡറി സിറ്റിസൺസ് ആയിട്ടേ കാണുള്ളൂ. അത് നമ്മൾ സെക്കൻഡറി ഒന്നും കിട്ടുകയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ അവരുടെ തുല്യമായിട്ട് എത്താനായിട്ട് വേറെ രാജ്യക്കാരായതുകൊണ്ട് തന്നെ ഒരു 3-4 തലമുറ കഴിയണം. ഈ അവിടെ കാണുന്ന കാര്യങ്ങൾ ചെല്ലുന്ന അവിടെ കിട്ടുമെന്ന് ആരും ധരിച്ചു വെച്ചാകരുത്. അവിടെ താമസിക്കുന്ന പഴയ കാലത്തുള്ള ഇന്ത്യക്കാർ ഒരുപക്ഷെ അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുമായിരിക്കും. കാര്യം അവരവിടെയുള്ള ആളുകളാണ്, സിറ്റിസൺസാണ്. നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്ന ആളുകളൊന്നും തലമുറകൾ കഴിയണം അവർക്ക് എന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ടൊരു നിലയിലെത്താൻ. അപ്പോൾ അവരവിടെ കണ്ടുമുട്ടുന്ന പ്രശ്നങ്ങളാണ്. അങ്ങോട്ട് ചെന്നാൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പല ആളുകളും, കുടിയേറിയ ആൾക്കാർ പറയാറുണ്ട്, അവിടെ ചെന്നിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു തിരസ്കരണം, ഞങ്ങളൊരു രണ്ടാം കുടിയേറ്റം, രണ്ടാം ആൾക്കാരെന്നൊക്കെ പറയുന്നുള്ളതല്ലേ,
ഒരു വലിയൊരു അല്ല, തീർച്ചയായിട്ടും അങ്ങനെ നടക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ വന്നാലും ഈ വിധത്തിലേ നടക്കുകയുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾ ഇപ്പം ബംഗാളിൽ നിന്ന് ഒരാൾ വന്നാൽ നമ്മൾ തുല്യമായിട്ട് കണക്കാക്കിയല്ലോ, സ്വാഭാവികമായിട്ടും. അതിനേക്കാളും കൂടുതൽ ഈ ഒരു ചിന്തയുള്ളവരാണ് യൂറോപ്യൻസ്. കാരണം നമ്മളൊന്നും അത് കളർ വ്യത്യാസം ഉണ്ടല്ലോ, കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് അവർ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്തുള്ള ആൾക്കാർ. പിന്നെ നമ്മൾ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യക്കാരൊക്കെ ഒരുപോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് കണ്ടാൽ നമ്മളെ എല്ലാം ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാൻകാർ വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞാൽ കുറച്ചും കൂടെ മാന്യത ഇപ്പോൾ ഉണ്ടെങ്കിലും അതിനകത്ത് ഈ കാണുമ്പോൾ ഇന്ത്യക്കാരാണെന്ന് അറിയുന്നില്ലല്ലോ. ഈ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു പ്രശ്നം നേരിടുന്നുണ്ട്. അതായത് കുടിയേറ്റ നയങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റാൻ പോവുകയാണ്. അതാണ് വലിയ, ഇപ്പോൾ വലതുപക്ഷ പാർട്ടികൾ കയറി വരുന്നു, സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവരുടെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റാനായിട്ട് പോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർക്ക് UK 5 വർഷം താമസിച്ചാൽ ഉടനെ വിസ കിട്ടാനായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പക്ഷേ 10 വർഷമാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥി കുടിയേറ്റം, ഇപ്പോൾ ഒരു PG കോഴ്സിന് നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ, അതായത് ഡിപ്പെൻഡൻറ്റ് വിസയായിട്ട് കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് നിർത്തലാക്കാനായിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ കാണും. കാരണം കൂടുതൽ ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് അവരുടെ ഇക്കോണമിയിൽ വേറെ കൂടുതൽ ആളുകൾ ആവശ്യമില്ല എന്നുള്ളതാണ്. 3, കുടുംബവുമായിട്ടുള്ള കുടിയേറ്റം ഇപ്പോൾ നടക്കുന്നതാണ്. അത് നിന്നു പോകാനാണ് സാധ്യത. പിന്നെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുണ്ട്. അതായത് പഠനത്തിന് ശേഷം ജോലി കണ്ടെത്തുന്നതിന് വരെയുള്ള സമയത്തേക്ക് കൊടുക്കുന്നൊരു വിസ. ഇത് 2 വർഷമാണ് ഇപ്പോൾ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പരിധി കുറയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പരിധി കുറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഈ സ്റ്റഡി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാനുള്ള വിസയാണത്. ഇതിനുള്ളിൽ അവർ സ്പോൺസറെ കണ്ടെത്തിയിട്ട് ജോലിയിൽ കയറിക്കൊള്ളണം, വർക്ക് വിസയിലോട്ട് കയറിക്കൊള്ളണം. അതിൻ്റെ സമയപരിധി കുറഞ്ഞാൽ ആളുകൾ തിരിച്ചു പോരേണ്ടി വരും. കാര്യം വിസയില്ല, തിരിച്ചു പോരേണ്ടി വരും. കാരണം അവരെ അവിടെ നിർത്തിയാൽ അവരുടെ രാജ്യത്തിന് അപകടകരമാണ്. നമ്മൾ അമേരിക്കയിലോട്ട് പോകണമെങ്കിൽ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപാണ് പ്രസിഡന്റ്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ പുള്ളിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് നിയമവും എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് ഒരു ഉറപ്പില്ല. ഇപ്പോൾ അദ്ദേഹം H1B വിസ, അതിലാണ് നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നത്. അവിടെ പോയിട്ട് വലിയ ടെക്നിക്കൽ വർക്കേഴ്സൊക്കെ ജോലി ചെയ്യുന്നത്. അവർ ഈ സെപ്റ്റംബർ 21 മുതൽ $1,00,000 ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 90 ലക്ഷം രൂപ കൊടുക്കണം. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾ ഒരു ചെറിയ കമ്പനിയിലെ അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഇത്രയും പൈസ കൊടുത്ത് അങ്ങോട്ട് വിസയ്ക്ക് പോകാൻ പറ്റിയില്ല. അതുപോലെ തന്നെ താഴ്ന്ന ശമ്പളത്തിൽ അവിടെ ഒരു ജോലിക്ക് ഒരാളെ വെക്കാൻ നോക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങൾ ഇതിനായിട്ട് യോജിക്കുകയില്ല. മാത്രമല്ല അവിടെയുള്ളവർ ഈ വിസ റിവൈസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും വേറെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. മാത്രമല്ല അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് ജന്മാവകാശ പൗരത്വം ഇല്ലാതാക്കിയാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അവർക്ക് ഈ ഗ്രീൻ കാർഡ് ഉള്ളവരോ അല്ലെങ്കിൽ പൗരന്മാർക്ക് മാത്രമേ ജനിക്കുന്ന മക്കൾ അമേരിക്കരാകുള്ളൂ, ബാക്കിയുള്ളവർ അമേരിക്കരായിരിക്കുകയില്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യം അത്ര സെക്യൂറാണെന്ന് വിചാരിക്കരുത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളുള്ളവരെല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് വീഴുമ്പോൾ അവർക്ക് വഹിക്കാൻ പറ്റാത്തൊരു സമൂഹം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിയമം മാറ്റിയെടുക്കുന്നുള്ളത് സ്വാഭാവികമാണ്. അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. ഇതിൻ്റെ ഫലമല്ലേ ഈ റിവേഴ്സ് മൈഗ്രേഷൻ? ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഫലമാണ് റിവേഴ്സ് മൈഗ്രേഷൻ. കാരണം നമ്മുടെ ആളുകൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 2020-21 കോവിഡ് ഉണ്ടായ സമയത്തിൽ ഗൾഫിലേക്കായിരുന്നല്ലോ നേരത്തെ കുടിയേറ്റം ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നത് 6 രാജ്യങ്ങളിൽ നിന്നായിട്ട് 7 ലക്ഷത്തിലധികം ആളുകളാണ് തിരിച്ചു കയറിയത്. അല്ലെങ്കിൽ അവിടെ സ്വദേശിവൽക്കരണം വന്നപ്പോഴത്തേക്കും വളരെയധികം ആളുകൾ ഇങ്ങോട്ട് കയറി. 2010 സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴും ഇതുപോലെ റിവേഴ്സ് മൈഗ്രേഷൻ ഇങ്ങോട്ടുണ്ടായതാണ്. പുറത്ത് പോയാൽ ഇന്നിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളെല്ലാം കൂടെ അതിലൊരു നല്ല ശതമാനം വിചാരിക്കുക, അല്ലെങ്കിൽ 1% വിചാരിക്കുക, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് എന്താണ്? ഇവിടെ അവർ ഉപേക്ഷിച്ച് പോയോ അതേ സാധനമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ യാതൊരു പുരോഗതിയും വന്നില്ല. കാരണം നമുക്ക് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും സമയമില്ല. നമുക്ക് ഇഷ്ടംപോലെ പെണ്ണുകേസുണ്ട് ചർച്ച ചെയ്യാനായിട്ട്, ടി വിയിലും ഇതൊക്കെ. വേറെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മോഷണ കേസ്, അതിനെ കവർ ചെയ്യുന്ന കേസുകൾ, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ എന്താണ് സാധ്യത എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് നമ്മൾ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. അതായത് ജൻസി മോഡൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആളുകൾ പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് KT രാമറാവു എന്ന് പറഞ്ഞാൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകനാണ്, മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. യുവജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയിലും നേപ്പാൾ മോഡൽ ജൻസി കലാപത്തിന് സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. ഇവർ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കാണുന്ന, അല്ലെങ്കിൽ ഈ മുതിർന്ന ജനറേഷൻ കാണുന്ന വിധത്തിൽ കാണുന്നവരല്ല, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഓർഗനൈസ് ചെയ്ത് വരുന്നവരാണ്. നേപ്പാളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
പെട്ടെന്ന് വന്നിട്ട് മാറ്റം ആവശ്യപ്പെടുന്നവരാണ്. ഭരണ സംവിധാനത്തെ, സ്ഥാപനങ്ങളെ, സാമ്പത്തിക സംവിധാനത്തെ, സാമൂഹിക ക്രമത്തെ എല്ലാം ഇവർ അപ്പോൾ ചോദ്യം ചെയ്യും ഇങ്ങനൊരു സാധനം ഉണ്ടായാണ്. അപ്പോൾ ആരാണ് ഈ ജെൻസി എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവരാണ് ഇൻ്റർനെറ്റിനെ കുറിച്ച് അവബോധം വന്ന ആദ്യത്തെ തലമുറ. ജെൻസി എന്ന് പറയുന്നത് ജനറേഷൻ സെഡ് ആണ്. ഈ US ഇംഗ്ലീഷിൽ സി എന്ന് സെഡ് പറയുന്നതാണ് ഈ ജെൻസി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പെട്ടെന്ന് വാർത്ത നിപ്പിൽ ഒരു സെക്കൻഡ് കൊണ്ട് വാർത്ത പ്രചരിപ്പിക്കാനായിട്ട് കഴിയും. ഇവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന നേതാക്കളൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് ആളുകൾ ഒരുമിച്ച് കൂടും. നമുക്കൊരു ഉദാഹരണം പറയുകയാണ്. 2023 കോഴിക്കോട് വളാഞ്ചേരിയിലുള്ള ഒരു കട ഉദ്ഘാടനത്തിന് വിളിച്ചത് തൊപ്പിയെയാണ്. തൊപ്പി എന്ന് പറഞ്ഞാൽ മുതിർന്ന തലമുറയ്ക്ക് ഇപ്പോൾ അറിയാമായിരിക്കും. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ പിള്ളേർ അവിടെ കൂടി എന്നുള്ളത് സ്വാഭാവികം. ഇന്നത്തെ പല ഈ പിള്ളേർക്കും, ഈ ജൻസിയിലുള്ള പിള്ളേർക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളും ഫോളോവേഴ്സ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ മീഡിയയിലോട്ട് കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അത് വർക്കാവും. ഇനി ഇവർക്ക് വളരെ ലോകദർശനം, ലോകത്തുള്ള സർവ്വ സാധനങ്ങളും അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ല അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്താണ് ചെയ്തതെന്ന് അവർക്കതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു 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 ജൻസി വിപ്ലവത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുകയില്ല. ഇങ്ങനെയുള്ള കലാപം പല സ്ഥലത്തും നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അഴിമതിയാവാം, അധികാര ദുർവിനിയോഗമാകാം, അവർ വിവേചനത്തിന് ഇരയാണെന്ന് തോന്നുന്നതാവാം. അവർക്ക് ആവശ്യമുള്ളത് മാന്യത, തുല്യത, സാമ്പത്തിക സുരക്ഷിതത്വം, രാഷ്ട്രീയ സ്വരം, അവരുടെ സ്വരം കേൾക്കണം. ഇതൊന്നും ഇല്ല എന്നുള്ള ചിന്തയാവാം. 2019 കണക്ക് പറയുകയാണെങ്കിൽ 2019 കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് അത് മനുഷ്യരുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ലോകവ്യാപകമായിട്ട് ഈ ജൻസി ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. അത് ഈ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായിട്ട് 60 ലക്ഷം യുവജനങ്ങളാണ് അതിനകത്ത് പങ്കെടുത്തത്. അവർ വെള്ളിയാഴ്ചകളിലെ ഭാവിയിലേക്കുള്ള വെള്ളിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ആളുകളെ ചലഞ്ച് ചെയ്തിട്ട് പുറത്തോട്ടിറക്കുക ചെയ്തത്. അതൊക്കെ നടന്നു, ലോകത്ത് എല്ലായിടത്തുമായിട്ട് നടന്നു 2019. അതുവഴി ആ സംഭവം ലോക ശ്രദ്ധ നേടുകയും ചെയ്തു. അച്ഛാ, ഈ കഴിഞ്ഞ നവംബർ 23 2025 ഇന്ത്യ ഗേറ്റിൽ നടന്നത് ഇതുപോലത്തെ ഒരു കലാപം തന്നെയല്ലായിരുന്നു? ഇതിന് സമാനമായിട്ടുള്ളൊരു കലാപമായിട്ടാണ് നമ്മളതിനെ വായിക്കുന്നത്. ഡൽഹി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയതാണ്. ഇന്ത്യ ഗേറ്റിലേക്ക് എന്നുള്ള പ്ലാക്കാർഡൊക്കെ ആയിരുന്നു. പോലീസ് അവരെ തടഞ്ഞു, നമുക്കറിയാം. ബാരിക്കേഡ് തകർത്ത് അവർ മുമ്പോട്ട് കയറി. ഡൽഹി സർവകലാശാലയിലെയും ANUവിലെയും കൂടെ വിദ്യാർത്ഥികളായിരുന്നു ഇതിൻ്റെ മുമ്പിൽ നിന്നത്. പ്രധാന ആവശ്യം ശുദ്ധവായു വേണമെന്നുള്ളതാണ്. അത് പൊതു ആവശ്യങ്ങളാണ്. തടഞ്ഞപ്പോൾ പോലീസിനടുത്ത് മുളക് പൊടി പ്രയോഗിച്ചപ്പോൾ ഉടനെ വലിയ അറസ്റ്റ് ചെയ്തു. സംഭവങ്ങളായി 80 പേരോളം അറസ്റ്റ് ചെയ്തെന്നാണ് ഞാൻ വായിച്ചത്. ഇത് ഈ കലാപം കാര്യമായിട്ട് നടന്നില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഒരു അടിയന്തര പ്രശ്നമാണെന്നുള്ള ജനശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നു. ഇതിപ്പം ഈ ആളുകളെ സാധാരണ സമയത്ത് ഇടപെട്ടതുകൊണ്ട് അങ്ങ് തീർന്നു പോയി എന്നുള്ളത്, അത് വ്യാപിച്ചില്ല എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കേണ്ടതുള്ളൂ. പക്ഷേ ഈ നമുക്ക് ജീവിത പ്രശ്നമാകുമ്പോൾ അതുണ്ടാവും. ഇല്ലെങ്കിൽ സമാനമായിട്ടൊരെണ്ണം 2020 സെപ്റ്റംബറിൽ നടന്നു. അതാണ് ലഡാക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലേയിൽ നടന്നത്. സോനം വാങ്ചുങ് ഉൾപ്പെടെ കുറച്ച് ആൾക്കാർ നിരാഹാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സെപ്റ്റംബർ 10 മുതൽ. അപ്പോഴാണ് അതിൻ്റെ ആവശ്യം ലഡാക്കിന് പൂർണ്ണമായിട്ടുള്ള സ്റ്റേറ്റ് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ളതാണ്. നമുക്കറിയാവുന്ന വാർത്തയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നിരാഹാരം നടന്നുകൊണ്ടിരിക്കും. 2 പേരുടെ നില മോശമായപ്പോൾ പെട്ടെന്ന് ഇത് യുവജനങ്ങളെ അരിശം കൊള്ളിച്ചു. അവർ എല്ലാം അടച്ചു പൂട്ടുക എന്ന് പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ജാഥകൾ ആരംഭിച്ചു. സമാധാനപരമായിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് വലിയ കലാപത്തിലേക്ക് പോയി. BJPയുടെ ഓഫീസ് കത്തിച്ചു, പോലീസും വാഹനങ്ങളും എല്ലാം കത്തിച്ചു. പോലീസ് കർഫ്യൂ ഏർപ്പെടുത്തി. സംഘർഷത്തിൽ 4 പേര് മരിച്ചു. അത് സാധനം അത് നിയന്ത്രിച്ചു എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവായിട്ട് നമ്മൾ വിചാരിക്കണം. പക്ഷേ അതിപ്പോൾ അവിടെ ഒരു ന്യായീകരണമുണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ നമ്മുടെ ആളുകൾ തിരിച്ചു വന്നിട്ട്, അതിപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ ഞാൻ പറയുന്നില്ല, കേരളത്തിലെ കാര്യമാണ് കഷ്ടം. കാര്യം നമ്മുടെ ഇവിടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ യുവജനങ്ങൾ ഒട്ടും സഹായിക്കുന്ന വിധത്തിലല്ല ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളുടെ ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇതിന് വലിയ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് നമ്മൾ കാണുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ജൻസി കലാപം, ജൻസി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്.
ആരാണ് ഈ ജെൻസി? ഒന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ജെൻസി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സ്വഭാവ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് കാണുന്ന ജനിച്ചു വീഴുന്ന മനുഷ്യരെ നമ്മളിന്ന് പല ഗ്രൂപ്പായിട്ട് തിരിക്കാറുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ 1945 വരെ ജനിച്ചവർ, 1945 വരെ ജനിച്ചവരെ ട്രഡീഷണലിസ്റ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ആളുകളാണ്, പാരമ്പര്യ തലമുറകളാണ്. 1946 മുതൽ 1960 വരെ ജനിച്ചവരെയാണ് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 61 മുതൽ 81 വരെ, ഇത് വർഷം ഏതാണ്ടാണ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, ജനിച്ചവരെ ജനറേഷൻ എക്സ് എന്ന് പറയും. 1980 മുതൽ ഏതാണ്ട് 2000 വരെ ജനിച്ച ആളുകളെ, അല്ലെ 94 വരെ 95 വരെ എന്നൊക്കെ പറയും, അതാണ് ജനറേഷൻ വൈ എന്ന് പറയുന്നത്. 1995 മുതൽ അല്ലെങ്കിൽ 2000 മുതൽ 2010 വരെ 11 വരെയുള്ള ആളുകളെയാണ് ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ആൽഫ ജനറേഷനാണ്. ഇപ്പോൾ നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടികളെ ആൽഫ ജനറേഷനായിട്ടാണ് പറയുന്നത്. അതിപ്പോൾ താമസിയാതെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ, ട്രഡീഷണലിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ പഴയ ആളുകളാണ്, നമുക്ക് നോക്കിയാൽ അറിയാം. അവർ 2 ലോകയുദ്ധങ്ങൾ കണ്ടവരാണ്. നിശബ്ദമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഡിജിറ്റലായിട്ടൊരു കാലമേ അല്ല. അവർക്ക് സംസാരിക്കാനായിട്ട്, ആളുകളോട് സംസാരിക്കാനായിട്ടാണ് ഇഷ്ടം. ബന്ധങ്ങളെ അവർ വിലമതിക്കുന്നുണ്ട്. ഇവർ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്, അച്ചടക്കമുള്ളവരാണ്, അധികാരികളോട് ബഹുമാനമുള്ളവരാണ്, നല്ല ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, മാറ്റങ്ങളോട് പ്രത്യേക താല്പര്യം, ചെയ്യുന്ന പണി തന്നെ ചെയ്തു പോകുന്ന ആളുകളാണ്. ടെക്നോളജിയിൽ വളരെ ഒരു കഴിവുമില്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല എന്നാണ് സാരം. രണ്ടാമത്തെ തലമുറ എന്ന് പറയുന്നത് 1946 മുതലുള്ളത് പറയുകയാണെങ്കിൽ ബേബി ബൂമേഴ്സാണ്. ഇപ്പോൾ 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതാണല്ലോ ഓൾറെഡി. അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായുള്ളതുകൊണ്ടും എല്ലാം കൂടെയാണ് ബേബി ബൂമേഴ്സാണ്. കൂടുതൽക്കും മക്കൾക്ക് ജന്മം നൽകിയ തലമുറയാണ്. ഇവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാം. മത്സര ബുദ്ധിയുള്ളവരാണ്, ലക്ഷ്യബോധമുള്ളവരാണ്, റിസോഴ്സ് കപ്പാസിറ്റി ഉള്ള ആളുകളാണ്, ബുദ്ധിപരമായി നല്ല കോൺസെൻട്രേഷനുള്ള ആളുകളാണ്, മെൻ്റലി ഫോക്കസ് എന്ന് പറയും, നല്ല ടീം വർക്കേഴ്സാണ്, അതുപോലെ തന്നെ അച്ചടക്കമുള്ളവരാണ്, നേരത്തെ തലമുറ പോലെ തന്നെ. 1961 മുതൽ 81 വരെ ജനിച്ച ആളുകളാണ് എക്സ് തലമുറ എന്ന് പറയുന്നത്. ഉദാഹരണം ഞാനൊക്കെ എക്സ് തലമുറയിൽപ്പെട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവരാണ്, കർമ്മശേഷിയുള്ളവരാണ്, മാനസിക പക്വതയുള്ളവരാണ്, പൊതുവെ സന്തോഷവാന്മാരാണ്, കുടുംബം സംരക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്, ധനവും അധികാരവും നേടിയെടുക്കുക എന്നതാണ് ഈ ഒരു തലമുറയുടെ പ്രത്യേകത. ഇതിന് ശേഷം വരുന്നതാണ് ഈ ന്യൂ ജെൻ എന്ന് പറയുന്നത്. അത് വൈ ഈ ജനറേഷൻ തുടങ്ങുന്നതാണ്. തലമുറ വൈ ജനറേഷൻ എന്ന് പറയുന്നത് 1980-നും 2000-നും ഇടയ്ക്ക് എന്ന് പറയുക, 1995-നും ഇടയ്ക്ക്. ഈ ജനറേഷനെ നമ്മൾ വിളിക്കുന്നത് ജനറേഷൻ വി ജനറേഷൻ എന്ന് പറയും, ഗ്ലോബൽ ജനറേഷൻ എന്ന് വിളിക്കും, ജനറേഷൻ നെക്സ്റ്റ് എന്ന് വിളിക്കും, നെക്സ്റ്റ് ജനറേഷൻ, ഇങ്ങനെയെല്ലാം പല പേരുകളിൽ ഇതറിയപ്പെടുന്നു. കാരണം അന്ന് ഇവർ ജനിച്ചപ്പോൾ, ഇവരുണ്ടായപ്പോൾ വളരെ പ്രത്യേകതകൾ, വ്യത്യാസമുള്ളവരായിട്ട് ഈ കുഞ്ഞുങ്ങളെ ആളുകൾ കണ്ടിരുന്നു. പഴയ സംവിധാനങ്ങളിൽ നിന്ന് ബന്ധമൊക്കെ വേർപെടുത്തി പുതിയ സംവിധാനത്തിൽ ജീവിക്കാനായിട്ട് മീഡിയയിലൂടെ, അന്ന് മീഡിയ വന്നു തുടങ്ങി. ഇവർ ഫേസ്ബുക്ക് ജനറേഷനാണ്. ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് മീഡിയയിലൂടെ ആളുകളുടെ ബന്ധം സ്ഥാപിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ജനറേഷനാണ് വൈ ജനറേഷൻ. അവർക്ക് ഫേസ്ബുക്കേ ആയിട്ടുള്ളൂ. ഫേസ്ബുക്കിലൂടെ പല അബദ്ധങ്ങൾ ഇവർ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് സ്ഥലത്ത് ഒരു പെങ്കൊച്ച്, 17 വയസ്സുള്ളൊരു പെങ്കൊച്ച്, വളരെ ദൂരെ നിന്ന്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, വന്നിട്ട് കാമുകനെ അന്വേഷിച്ച് വന്ന, ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ്. വന്നപ്പോൾ ഈ കാമുകന് 70 വയസ്സുണ്ടായിരുന്നു. അത് പോലീസ് അറസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇതിന് ശേഷം, അതായത് മീഡിയ ബന്ധപ്പെടുന്ന ജനറേഷൻ തുടങ്ങിക്കഴിഞ്ഞ്, മീഡിയ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ജനിച്ചു വീഴുന്ന, മീഡിയയുടെ കാലത്ത് ജനിച്ചു വീണ ജനറേഷനാണ് ജനറേഷൻ സി അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത്. 1995, 2000 മുതൽ 2010, 2011 വരെയുള്ള ആളുകളാണ്. ഇവർ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ജനറേഷനാണ്. ടെക് സാവി എന്ന് ഇവരെ പറയും. അതായത് ടെക്നോളജിയിൽ വളരെ ഹൈ ആയിട്ടുള്ള അറിവുള്ളവരാണ്. കാരണം ടെക്നോളജി യുഗത്തിലാണ് അവർ ജനിച്ചു വീണ്ടത്. അവർക്ക് ചുറ്റും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണ്, ലാൻഡ് ഫോണൊന്നുമില്ല കേട്ടോ, MP3 പ്ലെയർ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ മീഡിയയുടെ ഭാഷ മാത്രമാണ്. വലിയ ടെക്നോളജി, നമുക്കറിയാം, ഇവരുടെ ചെറിയ കുഞ്ഞിനെ എടുത്താൽ പോലും അവർക്ക് ഈ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യാൻ അറിയാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരുടെ വളരെ പ്രത്യേകമായൊരു കാര്യം എന്ന് വെച്ചാൽ, പുറത്ത് വളരെ ശാന്തരായിട്ട് ഒന്നും
ഒന്നും ചെയ്യാത്ത ആളുകളായിട്ട് കാണപ്പെടുമെങ്കിലും ഇവർ ലോകത്തോട് മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയാണ്. നിങ്ങൾ മീഡിയയിൽ പോയിട്ട് ഇവർ പറയുന്ന കമൻറ്റുകൾ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ലോകത്ത് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അതിനോട് പറയുന്ന കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലോകത്തോട് മുഴുവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റുമുള്ളവരോട് സംസാരിക്കുന്നുള്ളൂ. ഇവരുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? പണ്ട് നേരത്തെ ട്രഡീഷണലിസ്റ്റ് മുതൽ വരുന്ന തലമുറ പോലെയല്ല. ഇവരുടെ സൗഹൃദങ്ങൾ അടുത്തുള്ള വരുന്ന സൗഹൃദങ്ങളാണ്. പുറത്തുള്ള എല്ലാവരുമായിട്ട് സൗഹൃദമാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഏത് രാജ്യത്ത് എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. മാത്രമല്ല, അറിയില്ലാത്തതിനെക്കുറിച്ച് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവർ നമ്മളോട് സംശയമൊന്നും ചോദിക്കാറില്ല സാധാരണ. അവർ മീഡിയയിലൂടെ അന്വേഷിച്ച് പോകണം. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ AI ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ. ഇതിനകത്ത് പെട്ടതാണ് നമ്മൾ ഈ മലാല യൂസഫ്സായി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് അറിയാനായിട്ട് പറഞ്ഞതാണ്. തങ്ങളുടെ പരിധിയിലൊന്നും അല്ലെങ്കിലും അവിടെ ഈ ലോകത്ത് പൂർണ്ണമായിട്ട് മാറ്റം വരുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ പുതിയ നല്ല സംരംഭങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനോട് സഹകരിക്കാനായിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് ഇവർ. അതിനുവേണ്ടി ത്യാഗം സഹിക്കാനായിട്ടുള്ള കഴിവും ചിന്തയൊക്കെ അവർക്കുണ്ട്. പരമ്പരാഗതമായ ജീവിതശൈലി ജീവിത വിജയത്തിന് പറ്റുന്നതല്ലെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മാതാപിതാക്കൾ ചെയ്യുന്ന ജോലികൾ പൊതുവെ ഈ മക്കൾ തുടരുന്ന നമ്മൾ കാണുന്നില്ല. നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ പോലും അത് തുടരുന്ന നമ്മൾ കാണുന്നില്ല. കാരണം അവരതിനൊന്നും വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന സാധ്യതകളുടെ ഒരു വെളിച്ചത്തിലാണ് ഇവർ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ലോകം മുഴുവനും നീണ്ടു കിടക്കുന്നു. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആലോചിച്ചാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. തങ്ങൾക്കറിയത്തില്ല എല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും നെറ്റിലൂടെ. അപ്പോൾ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. പിന്നെ ഇത് റിയാലിറ്റിയുടെ തലമുറയാണ്. അതുകൊണ്ട് തന്നെ ഈ കാപട്യത്തോട് ഇവർക്ക് യാതൊരു മമതയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ശ്രദ്ധിക്കണം. ഇവർ അംഗീകാരം കിട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് ശരിയാണെങ്കിലും കാപട്യം കാണിച്ചാൽ ഇവർ ക്ഷമിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ശ്രദ്ധ എങ്ങനെ കേന്ദ്രീകരിച്ച് നിർത്താൻ, ഒത്തിരി സമയം കേന്ദ്രീകരിച്ച് നിർത്താനും സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ആളുകൾ അളമുട്ടിയാൽ ചേരയും കടിക്കും നമ്മൾ പറയുമല്ലോ. ഇതെല്ലാം ആളുകൾ പുറത്തെല്ലാം പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ കണ്ടാൽ അവരെന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടാതെ മീഡിയയിലൂടെ സംസാരിച്ച് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങളല്ലേ ഈ ജൻസി കലാപങ്ങൾ? അതാണ് ജൻസി കലാപങ്ങൾ. അതായത് ഇവർ നമ്മൾ വായിക്കുന്ന പേപ്പർ വായിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അവർ മീഡിയയിലൂടെ സംസാരിക്കുന്ന അവരുടെ ഭാഷയാണത്, അതിലൂടെ ഓർഗനൈസ് ചെയ്യുന്നു, എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അപ്പിയർ ചെയ്യുകയാണ്. ഇതാണ് ജൻസി കലാപങ്ങൾ. ഇത് പല രാജ്യത്തും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഉദാഹരണം നേപ്പാളാണ് ഈ അടുത്ത കാലത്ത് വളരെ സീരിയസ് ആയിട്ട് നടന്നു വരണം. നേപ്പാളിലെ ഗവൺമെൻറ് കഴിഞ്ഞ ഈ 2020 സെപ്റ്റംബറിൽ 4-ാം തീയതി ഒരു നിയമം കൊണ്ടുവന്നു. അതായത് സോഷ്യൽ മീഡിയയിലെ 26 പ്ലാറ്റ്ഫോമുകളെങ്ങും ബാൻ ചെയ്തു. കാര്യം അവർ നിയമം പാലിച്ചില്ല രാജ്യത്തിൻ്റെ, അതുകൊണ്ട് ബാൻ ചെയ്തു. പെട്ടെന്ന് 8-ാം തീയതി ആയപ്പോഴത്തേക്കും യുവജനങ്ങൾ ഒത്തിരി കാലമായിട്ട് അവർക്ക് രോഷമുണ്ട് പല കാര്യങ്ങളും. അപ്പം നമ്മുടെ യുവജനങ്ങൾക്ക് രോഷമുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് അവർ ഈ അരിശം വന്നു, കോപം ആളിപ്പടന്നു. കാര്യം എന്താണ്? കടുത്ത അഴിമതിയുണ്ട്, നെപ്പോട്ടിസം ഉണ്ട്. അതായത് മക്കൾക്ക് തന്നെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണല്ലോ, മക്കൾക്ക് ഈ ജോലിയും സംവിധാനങ്ങളൊക്കെ കൊടുക്കുക, പിന്നെ സാമ്പത്തിക തകർച്ച, അവസരമില്ലാതിരിക്കുക, പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം കൂടെ ആവശ്യം വന്നു. പലരും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അധികാരികളുടെ മക്കളും തമ്മിൽ താരതമ്യം ചെയ്തു. അതായത് തങ്ങളുടെ സാഹചര്യം എന്താണ്, അധികാരിയുടെ മക്കളുടെ സാഹചര്യം എന്താണ്, താരതമ്യം ചെയ്തപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. നമുക്കിത് ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നെപ്പോ കിഡ് ഫെനോമൻ എന്നാണ് അവരെ വിളിച്ചത്. നെപ്പോ കിഡ് ഫെനോമൻ, അതായത് അധികാരികളുടെ മക്കൾക്ക് വലിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റവർക്കൊന്നും ഇല്ലാത്ത സാഹചര്യം. ഭാവിയിലൊന്നും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയാണ് അവർ കണ്ടത്. സെപ്റ്റംബർ 8-ാം തീയതി 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങിയവരെല്ലാവരും കൂടെ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ കലാപം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് എല്ലായിടത്തോടും വ്യാപിച്ചു. പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് ഒരു ഇടിച്ചു കയറി. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. 19 മരണമാണ് അന്നുണ്ടായത് എന്ന് പറയുന്നു. തുടർന്ന് പ്രതിഷേധം എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു. അപ്പോൾ ഈ പ്രതിഷേധക്കാരൊരാൾ പറയുന്നത്, രാജ്യത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേക ലക്ഷ്യത്തിൻ്റെ ആവശ്യമല്ല, രാഷ്ട്രീയക്കാർ നമ്മുടെ രാജ്യത്തെ വിറ്റുകളയുകയാണെന്നാണ് പറഞ്ഞത്. വേറൊരാൾ പറയുന്നത് ഇതൊരു വിപ്ലവമാണ്, അഴിമതി ഇവിടെ അവസാനിക്കണം എന്നാണ് പറയുന്നത്. വേറൊരാൾ പറയുന്നത് ഈ പ്രക്ഷോഭകരിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ വിപ്ലവം അവസാനിപ്പിക്കുകയില്ല. ഇങ്ങനെ ഇവർ കടുത്ത നിലപാടെടുത്തു. ഒരു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയുടെ നിരോധനം ഗവൺമെൻറ് മാറ്റേണ്ടി വന്നു.
ഒന്ന്, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജിവെക്കേണ്ടി വന്നു. എന്ന് പാർലമെൻറ്റ് പിരിച്ചുവിട്ടു, ഇടക്കാല ഗവൺമെൻറ് ഭരണമേറ്റു. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഈ ജനതകൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടായി. നമ്മുടെ യുവജനങ്ങളും ഗ്ലോബലാണെന്ന് ഓർത്തിരിക്കണം. ഇവർ മീഡിയയിലൂടെ എല്ലായിടത്തും പോകുന്നതാണ്. നേപ്പാളിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് അവർക്ക് അറിയാവുന്നതാണ്. നിശബ്ദമായിട്ട് കാണപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ അളമുട്ടാതെ നോക്കേണ്ടത് നമ്മുടെ ഈ മുതിർന്ന തലമുറയുടെ ഉത്തരവാദിത്വമാണ്. മൊറോക്കോയിൽ സംഭവിച്ച സമാനമാണ്. ഈ സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബർ 25 ജെൻസി 212 എന്നാണ് ഈ കലാപത്തിൻ്റെ പേര് തന്നെ. ദീർഘകാലത്തെ അസംതൃപ്തിയാണ് കാരണം. പെട്ടെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ ആശുപത്രികളിൽ പല സ്ത്രീകളും മരിച്ചു. അതായത് ശുശ്രൂഷ കിട്ടാതെ ആവശ്യമായ ശുശ്രൂഷ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ആരോഗ്യ പരിപാലനം അവതാളത്തിലായി. നിരന്തരം അധപ്പതിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾ, ഇതാണ് പ്രശ്നം. യുവജനങ്ങൾക്ക് തൊഴിലില്ല, അഴിമതി, സാമൂഹ്യ അസമത്വം, ആവശ്യ മേഖലകളിൽ ഒന്നിനും പണമില്ല. അതേ സമയത്ത് സ്പോർട്സ്, വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിനൊക്കെ ഇഷ്ടംപോലെ പണം ചിലവാക്കി. ഇതിനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഓർക്കണം. ആവശ്യമുള്ളതിനൊന്നും പണമില്ല, മറ്റ് കാര്യങ്ങൾക്ക് പണമുണ്ട്. അവർക്ക് വേണ്ടത് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസ മേഖലയൊക്കെയാണ്. അഴിമതിക്ക് അന്ത്യമുണ്ടാകണം എന്ന് യുവജനങ്ങൾ ചിന്തിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ അവർ ഈ കലാപം ഓർഗനൈസ് ചെയ്തു. പെട്ടെന്ന് ഇത് എല്ലാ നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ആദ്യം അത് സമാധാനപരമായിരുന്നു, പിന്നീട് അത് അക്രമത്തിലേക്ക് കടന്നു. അതാണ് പ്രശ്നമുണ്ടായത്. പൊതുമുതൽ നശിപ്പിക്കുക, പോലീസുമായിട്ട് ഏറ്റുമുട്ടൽ. ഈ കലാപം നടത്തിയ ഒരാൾ പറയുന്നത്, ഞങ്ങൾ അക്രമം എതിർക്കുന്നു, പക്ഷേ അക്രമങ്ങളും സമാധാനപരമായി പ്രതികരിക്കുന്നതുമെല്ലാം ഇന്ന് ഭരണ അഴിമതിയുടെ ഇരകളാണെന്നാണ് പറഞ്ഞത്. മറ്റൊരാൾ പറഞ്ഞത്, നല്ല ആരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസത്തിനും മാന്യമായ ജീവിതത്തിനും വേണ്ടി പോരാട്ടം സുപ്രധാനമാണ്, ഇത് വെറും മുദ്രാവാക്യങ്ങളല്ല എന്നാണ് പറഞ്ഞത്. ഈ സമരം പൊതുവെ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഒത്തിരി ആളുകളുടെ അറസ്റ്റുകളൊക്കെ നടന്നു, കേസുകൾ ഒത്തിരി പേർക്കെതിരെ എടുത്തു. പക്ഷേ ആ സംഭവം ജനത്തിൻ്റെ ശ്രദ്ധ, പൊതുജനത്തിൻ്റെ ശ്രദ്ധ നേടി. ഗവൺമെൻറ്റുകൾ ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ പഠിക്കണം. ഈ ജനാധിപത്യമാണെങ്കിൽ പോലും ഇപ്പോൾ പഴയ കാലത്തെ വലിയ ആളുകൾ വലിയ ഈ ഏകാധിപതികൾ ചെയ്യുന്ന പോലെ പല ആളുകളും ചെയ്തുകൊണ്ട് നമുക്കറിയാലോ. മഡഗാസ്കറിൽ ഇതുപോലെ തന്നെ ഉണ്ടായതാണ്. പെട്ടെന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തുടർച്ചയായി കറണ്ട് ഇല്ലാതെയാണ് കാരണം. പെട്ടെന്ന് കറണ്ടില്ലാതെ വെള്ളമില്ലാതെ ആവുക. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ 2025 പൊട്ടിപ്പുറപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ ഓർഗനൈസ് ചെയ്തതാണ്. കാരണം അഴിമതിയാണ്. ആവശ്യങ്ങൾ ശുദ്ധജലം കിട്ടണം, മുറിഞ്ഞു പോകാത്ത, അതായത് കോൺസ്റ്റൻ്റായിട്ട് കറണ്ട് കിട്ടണം, ഉത്തരവാദിത്വ ബോധം അധികാരികൾക്കുണ്ടാവണം, അടിസ്ഥാനപരമായ രൂപമാറ്റം ഈ അധികാര ഭാഗത്തുണ്ടാകണമെന്നായിരുന്നു. പ്രസിഡന്റ് ആൻഡ്രി റോജോയാലിനയുടെ രാജിയായിരുന്നു ഇവരുടെ ഒരു പ്രധാന ആവശ്യം. അഴിമതി നിറഞ്ഞ സംവിധാനങ്ങളുടെ ശുദ്ധീകരണമായിരുന്നു ആവശ്യം. വലിയ റാലികളും കാര്യങ്ങളൊക്കെ നടന്നു. ഞങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ പോരാ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ചെറിയ ഒരു ബിസിനസ്സുകാരൻ പറയുന്നത്, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, ഒരു പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കമ്പ്യൂട്ടർ തുറക്കാൻ പറ്റുന്നില്ല, കറണ്ടില്ല, എന്ത് ചെയ്യുന്നത്? അവരുടെ അളമുട്ടി എന്ന് പറയാം. അവിടെയാണ് ഈ കലാപത്തിന് കാരണമായി തീർന്നത്. കലാപത്തിൽ UN കണക്കനുസരിച്ച് 22 മരണമുണ്ടായി, 100 കണക്കിന് ആളുകൾക്ക് മുറിവേറ്റു. അവസാനം പ്രസിഡൻറ്റ് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും, പെറുവിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നടക്കുകയില്ല. ഇപ്പോൾ സെൻട്രലിൽ ഒരു ശക്തമായ ഭരണം ഉള്ളതുകൊണ്ട് അവരത് നിയന്ത്രിച്ചോളൂ എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർ നോക്കുകയില്ലെന്നുള്ളതല്ല, നമ്മുടെ ആളുകൾക്ക്, മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ പിന്മാറി എന്നിട്ട് ഇത് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമ്മുടെ ആളുകൾക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഈ യുവജനങ്ങൾ കാണുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ ഉള്ള അധികാരികൾ നിരന്തരമായിട്ട് കടമെടുത്ത് കൂട്ടുന്നതാണ്. ഈ കടം ആരുടെ തലയിലാണ് വരാൻ പോകുന്നത്? അപ്പം ഇതൊക്കെ നമ്മൾ വളരെ ബോധപൂർവം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ചെയ്യേണ്ട. ഇനിയിപ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കണം.